എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മുട്ടയുടെ വെള്ളയൊക്കെ ഒട്ടും കഷ്ണങ്ങളില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ച് ചേർത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഞെരടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് എരിവിനാവശ്യമായ ഒരു പച്ചമുളക് വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഓരോരോ ചെറിയ ബോൾസ് ആക്കി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഇത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. വലിപ്പമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോളൂ. ഞാൻ തയ്യാറാക്കിയ വലുപ്പത്തിനനുസരിച്ചാണെങ്കിൽ ഒരു 7 സ്നാക്കോളം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഇതേപോലെ ബോൾസാക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. നമ്മൾ സുഖിയനൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ബാറ്റർ തയ്യാറാക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിനും വേണ്ടത്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. സ്പൂണിൽ കോരി എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു സൈഡ് ചിലപ്പോൾ മാവ് കോട്ടാകാതിരിക്കും. ആ ഭാഗത്തേക്ക് കുറച്ച് ബാറ്ററും കൂടി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് നന്നായി ഒന്ന് മൂത്ത് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അത് 2 സൈഡും നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.